നമസ്കാരം. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് NIA കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. അതായത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്ത് രഹസ്യങ്ങൾ ചോർത്തിയ പല ആളുകളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും NIAക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യയിലെ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് നടത്തിയ ചില കൃത്രിമങ്ങളും ഇപ്പോൾ NIAക്ക് ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ഒരു മുസ്ലിം പുരോഹിതനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ കഴിഞ്ഞ 3 മാസം കൊണ്ട് 2 തവണ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ഇയാളുടെ സഹോദരന് പാകിസ്ഥാൻ ISIയുമായി ബന്ധമുണ്ട് എന്ന് വിവരം ലഭിക്കുന്നു. സഹോദരൻ മുഖേന ISIയുമായി ഇയാളും ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ നിർണായകമായ വിവരങ്ങൾ രാജസ്ഥാൻ അടിസ്ഥാനമാക്കി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ആ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു ചാരപ്രവർത്തനം നിർണായകമായ വിവരങ്ങൾ ISIക്ക് കൈമാറുകയും 2 തവണ ഇയാൾ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ 2ാം തവണ സന്ദർശിക്കുന്ന സമയത്ത് ഈ ഖാസിം എന്ന ഈ പുരോഹിതന് അവിടെ ഒരു യൂട്യൂബ് ചാനലിൽ അഭിമുഖം നൽകുകയും ആ അഭിമുഖത്തിൽ പാകിസ്ഥാൻ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രദേശമാണെന്നും ഇവിടേക്ക് വരുമ്പോൾ തനിക്ക് തൻ്റെ വീട്ടിലെത്തിയതുപോലെ തോന്നുന്നു എന്നുമൊക്കെ പറഞ്ഞിരുന്നു. ഈ വീഡിയോ പിൻപറ്റിക്കൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ ഖാസിമിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് ഈ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടിരുന്നതാണ്. ഇപ്പോൾ ഖാസിമിൻ്റെ സഹോദരൻ ഹാസിം നടത്തിയ ചാരപ്രവർത്തനങ്ങളെക്കുറിച്ചാണ് NIA ചില വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഫോൺ നമ്പറുകൾ ശേഖരിച്ച് ആ ഫോൺ നമ്പറുകളിലേക്ക് വരുന്ന OTPകൾ പാകിസ്ഥാൻ്റെ ISIക്ക് ചോർത്തി കൊടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വമാണ് ഹാസിമിന് പാകിസ്ഥാൻ ഏജൻസികൾ നൽകിയിരുന്നത്. അതായത് ഇന്ത്യയിലെ പല ആളുകളുടെയും ഫോൺ നമ്പറുകൾ ശേഖരിക്കുക, പല രീതിയിൽ ഫോൺ നമ്പറുകൾ ശേഖരിക്കാൻ നമുക്ക് കഴിയും. ആ രീതിയിൽ ഫോൺ നമ്പർ ശേഖരിക്കുക, അതിനുശേഷം ഈ ഫോൺ നമ്പറുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളുമായി അടുപ്പം സ്ഥാപിക്കുക. ചില സമൂഹ മാധ്യമങ്ങളുണ്ട്, ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി ഈ നമ്പർ ഉപയോഗിക്കുക. അതിനുശേഷം ഈ നമ്പറിലേക്ക് വരുന്ന OTPകൾ ചോർത്തിയെടുത്ത് പാകിസ്ഥാൻ ഏജൻസികൾക്ക് നൽകുക. അങ്ങനെ വന്നാൽ പല ഫോൺ നമ്പറുകളും, ഇന്ത്യയിലെ പല ഫോൺ നമ്പറുകളും ഉപയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടുന്നത്, ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വെച്ച് നിയന്ത്രിക്കപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്നാകും. അങ്ങനെയാണ് ഇന്ത്യയിലെ പല ഉദ്യോഗസ്ഥരെയും ഏറ്റവും ഒടുവിലായി ദില്ലി പോലീസിന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് DRDOയിലെ ഒരു ഉദ്യോഗസ്ഥനെ ഹണി ട്രാപ്പിൽ പെടുത്താനായി ഒരു പാകിസ്ഥാൻ ഏജൻറ്റ് ശ്രമിച്ചു എന്നാണ്. ഇയാൾ ഈ സമൂഹ മാധ്യമ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. പക്ഷേ ഇന്ത്യൻ നമ്പറാണ് അതിൽ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഇന്ത്യൻ മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമ അക്കൗണ്ട് പ്രവർത്തിപ്പിച്ചിരുന്നത്. അങ്ങനെയാണ് ഒരു DRDO ഉദ്യോഗസ്ഥനെ ഹണി ട്രാപ്പിൽ പെടുത്താനുള്ള ശ്രമം നടന്നത്. നമുക്കറിയാം, DRDO എന്ന് പറയുന്നത് ഡിഫൻസുമായി ബന്ധപ്പെട്ട്, പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന, ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന, ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്ത് തീർച്ചയായും വലിയ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്ന് വ്യക്തമാണ്. ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനായി ഹണി ട്രാപ്പുകാർ ശ്രമിച്ചിരുന്നു. ഈ ഹണി ട്രാപ്പുകാർ ഉപയോഗിക്കുന്ന സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ ഇവിടെ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളാകട്ടെ സത്യത്തിൽ ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത് പാകിസ്ഥാനിൽ നിന്നായിരുന്നു. കാരണം ഇന്ത്യൻ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ ഫോൺ നമ്പറുകളിലേക്ക് വരുന്ന OTPകൾ ചോർത്തിയെടുത്താണ് ഇത്തരത്തിൽ ഫോൺ നമ്പറുകൾ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ ചാര പ്രവർത്തനം നടത്തിയിരുന്നവരെ കൊണ്ടുള്ള ഉപയോഗം പാകിസ്ഥാൻ ഏജൻസികൾക്ക് ലഭിച്ചത്. ഇന്ത്യയിലെ ഫോൺ നമ്പറുകളിലേക്ക് വരുന്ന ചില OTPകൾ ചോർത്തി കൊടുക്കുക എത്രമാത്രം നിസ്സാരമാണ് എന്ന് നോക്കുക. നമ്മുടെ ഫോണുകളിലും മറ്റും നിരവധി OTPകൾ വരാറുണ്ട്. നമ്മൾ പലതരത്തിലുള്ള ഓൺലൈൻ ഇടപാടുകൾ നടത്താറുണ്ട്, പലതരത്തിലുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താറുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ ഫോണിലേക്ക് OTPകൾ വരാറുണ്ട്. ഈ OTPകൾ എങ്ങനെയും ചോർത്തിയെടുത്ത് പാകിസ്ഥാനെ പോലെയുള്ള ശത്രു രാജ്യങ്ങൾക്ക് കൊടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് അവർക്ക് വലിയ പ്രയോജനമുള്ള ഒരു അസറ്റായി മാറുന്നു. ഈ OTPകൾ ഉപയോഗിച്ച് ഹണി ട്രാപ്പിൽപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ അവർക്ക് സാധിക്കുന്നു. അങ്ങനെയാണ് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ പ്രതികൾ ചില ഉപകാരങ്ങൾ പാകിസ്ഥാന് ചെയ്തു കൊടുത്തിരിക്കുന്നത്.
ഹസീമിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഹസീമും ഖാസിമും ചേർന്ന് പലതരത്തിലുള്ള വിവരങ്ങൾ, ഇത്തരത്തിലുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട് എന്ന് ഭയപ്പെടുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ആദ്യം പിടിയിലായത് ഹസീമായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഖാസിമിനെയും രാജസ്ഥാനിൽ നിന്നും ദില്ലി പോലീസ് പിടികൂടി. ഏതാണ്ട് 1 ഡസനിലധികം ആളുകളെയാണ് ഈ പാകിസ്ഥാൻ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ രാജ്യത്തെ വിവിധ ഏജൻസികൾ പിടികൂടിയിട്ടുള്ളത്. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. കൂടുതൽ തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ രാജ്യവ്യാപകമായി ഇത് സംബന്ധിച്ച് റെയ്ഡ് നടന്നു. ഈ റെയ്ഡിൽ ചില ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ ഏജൻസിയായ NIAക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. വരും ദിവസങ്ങളിലും പരിശോധനകളും അറസ്റ്റും തുടരും എന്ന് NIA അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.